ആ ട്രെയിൻ കയറി മൈസൂർ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത്? അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചു? എന്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒബയോസി ദിയ കൃഷ്ണകുമാർ വേഴ്സ് നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റാഫുകളാണ്. മേലാൽ ഇനി ഇവളുമാർക്ക് ഒറ്റ സ്ഥാപനത്തിൽ ഒറ്റ സ്ഥലത്ത് ജോലി കൊടുക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു സ്ഥാപനത്തിൽ നിന്നും 1 രൂപ കട്ടാലും 1 കോടി കട്ടാലും ഞാൻ ഒരേ ത്രാസിൽ തന്നെയാണ് തൂക്കി കാണുന്നത്. എല്ലാം കണക്കാണ്. 1 രൂപ പോലും കക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാധനം പോലും കക്കാൻ പാടില്ല. അത് തെറ്റാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേര് ആണാണെങ്കിൽ കള്ളനും പെണ്ണാണെങ്കിൽ പേര് കള്ളിയും തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. ഇവിടെ ഈ സ്റ്റാഫുകൾ കള്ളികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനത്തെ പരിപാടികൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്തിന് അവര് തന്നെ അഡ്മിറ്റ് ചെയ്തു, പൈസ എടുത്തു, സോറി ചേച്ചി എന്ന്. അതുപോലെ എന്റെ പൊന്നുമോളെ ദിയാകൃഷ്ണൻ, നിനക്ക് പൂർണ്ണ സപ്പോർട്ട് ഈ ഒരു കേസിൽ. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് ടാക്സിന്റെ കേസ് അത് ഇതൊക്കെ പറഞ്ഞ് ഇവളുമാരെ വെളുപ്പിച്ചോണ്ട് പോകുന്നതേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളും പേക്കൂത്തുകളും അപരാധങ്ങളുമാണ്. അതാണ് ചോദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ ടാക്സിന്റെ കാര്യങ്ങളോ അതിന്റെ ഇതിന്റെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ, അത് അതിന്റെ വഴിക്ക് പോട്ടെ. അതിന്റെ ഇടയിൽ ഈ പെണ്ണുങ്ങളെ പിടിച്ച് വെളുപ്പിക്കല് ഇവളുമാര് ചെയ്തിട്ടുള്ള മോഷണമാണ്. ആ പരിപാടിക്കുള്ള ശിക്ഷ ഇവളുമാർക്ക് കൊടുക്കണം. ഇനി ജീവിതത്തിൽ ഒറ്റ സ്ഥാപനത്തിൽ ജോലി കൊടുക്കരുത്, അത് വേറൊരു കേസ്. പിന്നെ അതുപോലെ തന്നെ നിയമപരമായിട്ട് ഏത് അറ്റം വരെ പോയിട്ടാലും ദിയാകൃഷ്ണനായാലും കൃഷ്ണകുമാരായാലും മുൻകൈ എടുത്ത് ശിക്ഷ വാങ്ങി കൊടുക്കണം. പിന്നെ ഇവളുമാര് കാണിച്ചിട്ടുള്ള വേറൊരു അപരാധ പരിപാടിയുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ കയറി പൈസയും മോഷ്ടിച്ചിട്ട് അവസാനം ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനോട്ട് എതിരെ കേസ് കൊടുത്തവളുമാരാണ്, കൗണ്ടർ അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഫ്രോഡ് പരിപാടിയും കൂടി കാണിച്ചിട്ടുണ്ട്. നല്ല 1-ാം തരം പരിപാടിയാണ്. ഒന്നിനും വെറുതെ വിടല്. 3-4 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിന് വിടല്. കുറച്ച് മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് വിളമ്പുന്ന കണ്ടപ്പോ ഹോ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. അതും കൂടി കാണുമ്പോൾ തികയും. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. നിനക്ക് എന്ത് ഗീരത്ത് പറഞ്ഞു? നിനക്കൊക്കെ നാണമുണ്ടാ? എടി, നിനക്കൊക്കെ ഉളുപ്പുണ്ടാ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ആ സ്ഥാപനത്തിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തി സ്വന്തം കീശ വീർപ്പിക്കാൻ. ഇതൊക്കെ കൊണ്ട് നീയോ നിന്റെ മക്കളോ നിന്റെയൊക്കെ കെട്ടിയോനോ നിന്റെയൊക്കെ അപ്പനോ അമ്മയൊക്കെ തിന്ന് ദഹിക്കോ? മറ്റൊരാളെ ഇങ്ങനെ മൂഞ്ചിച്ച് പറ്റിച്ച് ചതിച്ചു കൊണ്ടുണ്ടാക്കുന്ന 1 രൂപ കണ്ട് നീയൊക്കെ ഉതവും? നിനക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അപരാധമാണ് കാണിച്ചിട്ടുള്ളത്. അത്രയും വലിയ തെറ്റ്. ഒരിക്കലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരു രീതിയിലും ഒരു കോംപ്രമൈസും ഒരു രീതിയിലും സഹതാപവും ഇല്ല, ഒരു തേങ്ങയില്ല. ഇവളുമാര് കള്ളികൾ തന്നെയാണ്, ഉറപ്പാണ്. ആ രീതിയിൽ തന്നെയാണ് പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത്. 8 ലക്ഷം രൂപ കൊണ്ട് തിരിച്ചടച്ച് ഏത് അപ്പൊ 8 ലക്ഷം രൂപ നിലവിൽ കൊണ്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ എത്ര രൂപ ഇവളുമാര് മുക്കി? 69 ലക്ഷത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ 8 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. 8 ലക്ഷം തിരിച്ചടക്കണമെങ്കിൽ ഇവളുമാര് എത്ര ലക്ഷം മുക്കി? ആലോചിക്ക്. ഇപ്പോഴുപോലും ദിയയ്ക്കും കൃഷ്ണകുമാറിനും കണക്കില്ല എത്രയാണ് മുക്കിയെന്ന്. ആരൊക്കെയാണ് ഇവളുമാരുടെ ഇതിൽ QR കോഡിലും ഇവളുമാരുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചത്? അവരെ എല്ലാവരെയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ്. അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. കള്ളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരും കള്ളികൾ. ഒരു സ്ഥാപനം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള പേക്കൂത്ത് പരിപാടികൾ. ബാക്കി നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. അതാണ് പോയിന്റ്. കട്ടുമോട്ടിച്ചു അല്ല. ദിയാകൃഷ്ണയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. പലതവണ ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ ദിയയ്ക്കൊപ്പം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അവരുടെ ഭാഗത്താണ് 100% ന്യായമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു സ്ഥാപനത്തിൽ കാണിക്കാനുള്ള പരിപാടിയാണോ ഇവളുമാര് കാണിച്ചിട്ടുള്ളത്? നീയൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് ഉള്ള അന്നം കൊണ്ടല്ലേടി ജീവിച്ചത് ഇത്രയും കാലം നീയൊക്കെ തിന്ന് വീർത്തത്. എന്നിട്ട് അവിടെ മൂഞ്ചിയ പരിപാടി കാണിച്ചിരിക്കണല്ലേ? ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? അവിടുത്തെ സ്റ്റാഫുകൾ അനുഭവിക്കുന്ന ദുരന്ത അനുഭവങ്ങൾ കൊണ്ട്. പക്ഷെ നീയൊക്കെ അവിടെ നിന്ന് തിന്നു മുടിച്ചും കൊണ്ട് അവർക്ക് കിട്ടിയതിനെ ഉണ്ടാക്കി അല്ലേ? കൊള്ളാം, നല്ല പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. അവർക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കുറെ അഹങ്കാരങ്ങളും കാര്യങ്ങളും അവർക്കൊണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കേസിൽ പറ്റൂല്ലേ? ഇവളുമാരാവുന്ന ഇതൊക്കെ. എന്നിട്ട് ഇവളൊരു അടുത്തെനിക്ക് ചൊറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് കുറെ കൊണ അടിച്ചിട്ടുണ്ടായിരുന്നു.
മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവർ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് നേരെ തിരിച്ചുവിടാണ് റൂട്ട്. ഇവളുമാര് കള്ളികളാ. അത് ആരും പിന്നെ നോക്കുന്നില്ല. ജാതി പറഞ്ഞല്ലേ, പിന്നെ അങ്ങോട്ട് പോകുന്നു ആൾക്കാർ. അത്ര വേറെമില്ലാത്ത കുറെ എണ്ണം ആ കൂട്ടത്തിലും കിടപ്പുണ്ട്. കേൾക്കാൻ വയ്യല്ല സുനിച്ചത് ഞാൻ പോകുന്നു പറ. വിക്ടിം കാർഡ് ഒരുത്തി അടുത്തിരുന്ന് ഇറക്കി കൊടുക്കണം. ചൂച്ചായിട്ട് ഞാൻ പോണെന്ന് പറ, ചൂച്ചായിട്ട് പോണെന്ന്. കള്ളിയൊക്കെ പിന്നെ എന്തോ ആവാല്ലേ, എന്തും തലയ്ക്കകത്ത് ഉദിക്കും. അല്ല ഒന്നാം തരം നീയൊക്കെ റെക്കോർഡ് ചെയ്ത് നീയൊക്കെ തന്നെ പുറത്തു വിട്ടാ എന്തുവാടേ ഇത്? കൊള്ളാം, ചുറ്റായിട്ട് ഞാൻ പോവാന്ന് അടുത്തിരുന്ന് ഒരുത്തി. അല്ല എന്തുകൊണ്ടാ പറയുന്നത് ചേച്ചി? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. 55 ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. 100% ദിയോടൊപ്പം ദിയോടെ കൂടെ തന്നെയാണ്. കട്ടാക്കി ഇവള് വരെ വെറുതെ വിടരുത് ഒരു രീതിയിൽ. അടുത്തിരിക്കുന്നവള് ചുറ്റിയടിയെ മോട്ടിവേഷൻ കൊടുത്തില്ലേ, നല്ലൊരു സ്വർണ്ണമാല കെട്ടിട്ടുണ്ടെന്നാണ്. ദിയവും ഇജ്ജതാണോന്നും അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. അതൊക്കെ ആയിരിക്കാം മേ ബി. പിന്നെ വേറൊരു കേസ് 50,000 കണക്കാണ് പറയുന്നത്. പിന്നെ എന്തിനാരെ ഉണ്ടാക്കാൻ 8 ലക്ഷം കൊണ്ട് കൊടുത്തത്? സൂപ്പർ. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് മുടച്ചൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് വായി ഒഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി ആർക്ക് സോറി? ആർക്കതായി സോറി പറയണം? ആർക്ക് തന്നെ സോറി പറഞ്ഞല്ലോ. എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അവർ ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ദിവ്യ ഇവിടെ ദിയാകൃഷ്ണ പച്ചത്തെറി ഇവളുമാരെ വിളിച്ചാൽ കൂടി ഞാൻ സപ്പോർട്ടാണ്. കാരണം അവരാതമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇരിക്കുന്നുണ്ട്, അടുത്തിരിക്കുന്നവൾ ചിരിക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. മറ്റുള്ളവരുടെ സ്ഥാപനത്തിൽ ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ട് അവിടെ ജീവിക്കുകയാണ് എല്ലാം കൂടി. എന്നിട്ട് ഉണ്ടാക്കിയ വർത്തമാനങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടിരിക്കുകയാണ് അല്ലേ. അഭിമാന പുരസ്കാരം. എന്നിട്ട് മീഡിയയിൽ വന്നു പറയുന്നതും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു വന്നത്. ഇവളുമാരൊക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറ എന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50 നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിയ പൊട്ടിന് 50-ന്റെ അകത്ത് നീ പറഞ്ഞ നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തുവിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം.
മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ. ദിവ്യ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരു ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലൂടെ എന്നിട്ട് നീ പറഞ്ഞ പങ്കിട്ടിരുന്നാ ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്ന് നീ പറഞ്ഞില്ലേ കേട്ടല്ലോ? നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? മനസ്സിലായോ ചേച്ചി? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് ഇനി സേഫിട്ട് തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് മൂമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? കാല് പിടിക്കാൻ ഞങ്ങൾക്ക് വേറെ എന്റെ കാലങ്ങൾ തൊട്ടോടെ പെണ്ണെ കൈകാര്യം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരെ നിനക്കൊന്നും പറ്റില്ല. നാറിയ കേസുകൾ കാല തൊട്ട കൊന്നുകളെ ഞാൻ. ദിയ, നിങ്ങൾ പറയുന്നത് 100% കറക്റ്റ്. ഇവളമാരെ വെറുതെ വിടരുത്, ഒരു രീതിയിലും വെറുതെ വിടരുത്. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണ്, ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അത് വേറെ ഇഷ്യൂസ് ഉണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉറപ്പായിട്ടുണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ബാക്കിയുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ വിട്ടിട്ട് എന്താണെന്ന് വെച്ച് നിയമപരമായി ചെയ്യുക. പിന്നെ കുറെ എണ്ണം പറയുന്നുണ്ടായിരുന്നു ദിയ എന്തുകൊണ്ട് കടയിൽ ഇത്രയും തട്ടിപ്പ് കടന്നിട്ട് അറിഞ്ഞില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കമന്റ് ബോക്സുകൾ. ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും ആ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം പെങ്ങളുമാരെ പോലെയാണ് ദിയ കണ്ടതെന്നുള്ളൊരു വാക്കത്തിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് അത്രയും വിശ്വസിച്ചു, സ്വന്തം പെങ്ങളെ പോലെ കണ്ടില്ലെങ്കിലും അത്രയ്ക്ക് ഈ കോപ്പുകളെ വിശ്വസിച്ചിട്ടാണ് ദിയ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളുമാരെ അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുകയും ചെയ്തു. നല്ലപോലെ തട്ടിപ്പും വെട്ടിപ്പും വിപ്പും നടത്തിയിട്ട് ഇവളുമാരെ സ്വന്തം കീശകളും സ്വന്തം കുടുംബത്തിനെ വീർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണി തീർക്കും. ഇതിനൊന്നും വെറുതെ വിടല്ല. ഇനി ഇവളുമാര് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ പാടില്ല. അല്ല ദുബായിൽ എങ്ങോട്ടെങ്കിലും പോയി അവിടെ കിടന്ന് തീരട്ട്. അത് തന്നെ എനിക്കും പറയാനുള്ള. ഇതെന്തോ മറ്റേ വെളരിക്ക പട്ടണം ഇവിടെ ചുമ്മാ. എന്നിട്ട് ഇവളുമാരൊക്കെ ന്യായീകരിക്കുന്ന ഓരോന്നിനെ കാണുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും കലിപ്പ് കൂട്ടുന്നത്. ദീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവളുമാർക്കെതിരെ കേസ് കൊടുക്കാനായിട്ടും, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇവളുമാരുടെ അക്കൗണ്ടിലോട്ട് ആരെങ്കിലും പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ ഇന്ന മെയിൽ അയക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്നും കൊടുക്കാം. എന്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിംഗ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു. അതിന്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ നമ്മുടെ ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എന്റെ കമ്പനി സ്കാം ചെയ്തത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ സ്കാം ചെയ്തത് നിങ്ങൾ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒബയോസിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐഡി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐഡി ആണിത്. shomsmtvm.pol@kerala.gov.in. മെയിൽ ഐഡി ഞാൻ ഇവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്റ്റ്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട വരും. അതിന്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെ സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിന്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ്, എത്ര രൂപയാണ് എന്നുള്ളത്, അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എന്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് നിങ്ങളും ആ ഒരു ഫ്രോഡുലന്റ് കേസ് നിങ്ങളും കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ താഴെ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐഡിയിൽ നിങ്ങളുടെ കേസ് വിത്ത് പ്രൂഫ്, സ്ക്രീൻഷോട്ട്സ്, നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം ദയവ് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡ് കേസ് കൊടുക്കുക. നമുക്ക് രണ്ടുപേർക്കും അത് ഉപകാരമായിരിക്കും. ഇവളുമാര് ഫ്രോഡാണെന്ന് അവളുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോറി ചേച്ചി പറയുന്നുണ്ട്. അതുപോലെ അല്ല, അവളുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ്, സൈഡ് ക്ലിയർ ആണ്, ഇവളുമാര് കള്ളികളാണെന്ന്. അതുകൊണ്ട് ഇനി കൂടുതൽ അന്വേഷിച്ച് വരവേണ്ട കാര്യമില്ല. ഇനി എത്ര രൂപ ഇവളുമാര് മുക്കി, അത് ഇവളുമാരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. ഇവളുകൾക്ക് നാണമല്ലോ, ഉളുപ്പില്ലാതെ മീഡിയയുടെ മുന്നിൽ വന്നിന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് നൈസായിട്ട് ആ റൂട്ട് തിരിച്ചുവിടാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിച്ചില്ലേ മത്തങ്ങകള്.
ഇനി കൃഷ്ണകുമാർ പറയുന്ന ഒരു കാര്യം ഞാനൊന്ന് കൊടുക്കാം. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ന് നോക്കണം. ശനിയാഴ്ച ദിവസം തന്നെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. പരാതി കൊടുത്ത ഞങ്ങളെ ഒരു തെളിവ് ഇതുവരെ ഒരിടത്തും ഈ കുട്ടികൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫോൺ കോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കും, എനിക്ക് വേദനിക്കും. കാരണം വെച്ചാൽ എൻ്റെ മകള്, അതും ഗർഭിണിയായിട്ടിരിക്കുന്ന മകളെ പൈസ തട്ടിക്കൊണ്ട് പോയവർ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അതിലെന്ത് ശിക്ഷ വന്നാലും ഞാൻ ഇനിയും പറയും, എൻ്റെ മക്കളെ എനിക്ക് സംരക്ഷിക്കേണ്ട കടമയുണ്ട്. ഓക്കെ, കടമ നല്ലതാണ്. പക്ഷെ മുന്നത്തെ ഒരു കേസിൽ നിങ്ങൾക്ക് ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ 100% നിങ്ങളുടെ ഒപ്പമാണ്. അതിന്റെ റീസൺ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഉറപ്പായിട്ടും ഇവളുമാരെ പൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വാറന്റ് വരെ ഇഷ്യൂ ചെയ്യുന്ന രീതിയിലുള്ള വകുപ്പുകൾ അവളുമാരുണ്ടാക്കി. തട്ടിക്കൊണ്ടുപോയി, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് കഴിഞ്ഞാൽ വകുപ്പേ മാറി. ആ രീതിയിലുള്ള സംഭവമാണ് ഇവളുമാരുണ്ടാക്കിയത്. അപ്പൊ എന്തുമാത്രം ക്രൂക്കഡ് മൈൻഡുമാണ്, കളികളാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇപ്പോഴേ ജഡ്ജ്മെന്റ് നടത്തല്ലേ, 2 ഭാഗത്തും വേണ്ടുവോളം ഉണ്ടാകും. മറ്റേ ഭാഗം നല്ല ഭാഗമാണ്, അവസാനം മാറ്റി പറയേണ്ടി വരരുത്. 69 ലക്ഷം അടിച്ചു മാറ്റും വരെ ഇവളെന്താ ഉറങ്ങിപ്പോയതാണ്. അത് തന്നെയാണ് ദിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇവളുമാരെ വിശ്വസിച്ചു, വിശ്വാസ വഞ്ചന അത് അവളുമാര് ചെയ്തു. ഡെയിലി സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ് ഒന്നും ഇവൾ നോക്കാറില്ലേ, ലോകത്തിലെ എല്ലാം അറിയും ഭാവമാണല്ലോ. ഓക്കെ, ദിയയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഇവളുമാരെ വിശ്വസിച്ചതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ബിസിനസ് ചെയ്യാൻ അറിയത്തില്ലേ, എന്തൊക്കെയോ അടിയൊഴുക്കുകൾ ഉണ്ട്. പണം കൊടുത്ത് മുഖം മൂടി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം പുറത്തു വരും. നമുക്ക് കാത്തിരിക്കാം. ഇത് വേറെ കാത്തിരിക്കാനൊന്നുമില്ല. നല്ല 1-ാം തരം ഉടായ്പകൾ ചെയ്ത് എല്ലാം പുറത്തായി വെളിച്ചത്തായി ഇവളുമാര് കള്ളികളാണെന്നുള്ള കാര്യം കൂടി അങ്ങ് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ ബാക്കി ആരും ഇല്ലെങ്കിൽ എന്റെ നെഞ്ചത്തോണ്ടാണ് കൊടുത്തത്. ഞാനും വന്ന് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം, വെറുതെ ഇരിക്കുക കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.